ജിമ്മ് നിർത്തിയാൽ മസിൽ തൂങ്ങുമോ? ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു മണ്ടത്തരാണ് ജിമ്മ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ ജിമ്മ് നിർത്തിക്കഴിഞ്ഞാൽ മസിൽ തൂങ്ങുന്നുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. നമ്മൾ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ മസ്കുലർ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പേശികളുടെ സ്ട്രെങ്ത് കൂട്ടാൻ, എൻഡൻസ് കൂട്ടാൻ, വലിപ്പം കൂട്ടാൻ. അപ്പോൾ നമ്മൾ ഈ ജിമ്മ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ നിർത്തിയാലും ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ലേ ഒരു വലിയ മണ്ടത്തരം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ നിർത്തിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കില്ല. അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് നിർത്തിയാൽ അതിൽ നിന്ന് ലാഭം കിട്ടില്ല. അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ജിമ്മ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭമായിട്ടുള്ള മസ്കുലാർ സ്ട്രെങ്ത്, മസ്കുലാർ എൻഡുറൻസ്, മസ്കുലാർ ഹൈപ്പോട്രോഫി അഥവാ മസിലിൻ്റെ വലിപ്പം, വ്യായാമം നിർത്തിയാൽ സ്വാഭാവികമായിട്ട് നിൽക്കും. മറ്റെല്ലാ കാര്യങ്ങളെ പോലെ ഇതും സ്വാഭാവികമാണ്. അപ്പോൾ ആക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ അനിയന്ത്രിതമായിട്ട് കൺട്രോൾ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ഫാറ്റിൻ്റെ സ്റ്റോറേജ് കൂടുന്നു, ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ജിമ്മ് നിർത്തിയാൽ മസിൽ തൂങ്ങുമെന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാം.